നമസ്കാരം, ഞാൻ മമ്മൂട്ടി. ഞാൻ ഈ പടത്തിൽ ഈ ജോസ് എന്ന ജോസായിട്ടായി ആയിട്ടാണ് അഭിനയിക്കുന്നത്. ടർബോ ജോസിന്റെ ഇടിക്ക് എത്ര കിൻഡിലുണ്ടാവും? കൊണ്ടു നോക്ക്. നമുക്ക് എത്രത്തോളം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ചോദിക്കണ്ട മോനെ, ഇപ്പോൾ വീണ്ടും വീണ്ടും അത് ഓർപ്പിക്കല്ലേ. മാസാണെന്ന് ഞങ്ങൾ പറഞ്ഞ മമ്മൂക്ക പറയും മാസ് അല്ല എന്ന് പറയും, മമ്മൂക്ക ക്ലാസ് അല്ല എന്ന് പറയും. ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ്. തീർന്നില്ലേ പ്രശ്നം? ഏറ്റെടുക്കുക. ഞാൻ നിങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന അറിഞ്ഞതിൽ വളരെ സന്തോഷം. നമുക്ക് പോവാം. ഹ്യൂമർ അവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്നു. കാരണം അതിനൊന്നും നേരമില്ല ഈ സിനിമയിൽ. അല്ല, തമാശ പറഞ്ഞല്ല. മനുഷ്യന്റെ തലയിൽ തീ പിടിച്ച് നിൽക്കുമ്പോൾ തമാശ പറയാൻ സമയം ഉണ്ടാവില്ല. അങ്ങനെയാണ് കഥാപാത്രത്തിന്റെ അവസ്ഥ. ഫഹദിന്റെ രാജമാണിക്യം കണ്ടിരുന്നോ? വളരെ നന്നായിട്ടുണ്ട്. ഫഹദിന്റെ സ്റ്റൈല് തന്നെയാണ്. ട്രെയിലറിൽ നമ്മളൊരു റിഫൈൻ ഷോട്ട് കാണുന്നുണ്ട്, തോക്ക് വെച്ചിട്ട്. അത് ഷോട്ട് മമ്മൂക്ക തന്നെയാണ് എടുത്തിരിക്കുന്നത്. 95% മമ്മൂക്ക തന്നെയാണ് ചെയ്തതെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ശതമാന കണക്കുകളൊന്നും എടുക്കേണ്ട കാര്യമില്ല. ടെക്നോളജിയുടെ ഭാഗമായിട്ട് വിടും. മമ്മൂക്കയുടെ എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട്. അതാണ് മമ്മൂക്ക ഫുൾ അത് ചെയ്തു എന്നാണ് പറഞ്ഞത്. അതാണ് നമുക്ക് സമ്മതിക്കില്ല. അങ്ങനെ വേറെ അദ്ദേഹം അതിൽ മാത്രമല്ല, നമ്മൾ തൻ്റെ ബോഡി ലാംഗ്വേജിൽ ഭയങ്കരമായി കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെ ഒരുപാട് വേറെ ഷോട്ടുകൾ എടുക്കാൻ സമ്മതിക്കുന്ന ഒരാളല്ല പുള്ളി. പടത്തിനകത്ത് 2-3 ഷർട്ടും കൊണ്ടൊക്കെ ഉള്ളൂ. പിന്നെ അപ്പം ഡ്രസ്സിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ മിഥുൻ മാനുവൽ തോമസിൻ്റെയും വൈശാഖിനേക്കാൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ വിശ്വസിച്ചിട്ടറിയും. ഊഹങ്ങളൊക്കെ തെറ്റിപ്പോവും, ചിലതൊക്കെ ശരിയാവും. എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാവില്ല, അത്രേ ഉള്ളൂ. ഇത് ശരിയാക്കണേ. ഈ സിനിമ ഇല്ലെങ്കിൽ എൻ്റെ കാര്യം കുഴപ്പത്തിലാവും. എൻ്റെ ശ്വാസം നിന്ന് പോകും. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജ് ബി ഷെട്ടിയാണ്. സോ ഐ വർക്ക് ആസ് ആക്ടർ ആൻഡ് റൈറ്റർ ആൻഡ് ഡയറക്ടർ ഇൻ കന്നഡ. ഈ പടത്തിൽ ഞാൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, വെട്രിവേൽ ഷൺമുഖസുന്ദരം. സോ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. വെരി താങ്ക്ഫുൾ ടു ദ ഓഡിയൻസ് ഓഫ് കേരള ആൻഡ് ടു ദ റെസ്പോൺസ് ദേ ആർ ഗിവിംഗ് ടു ദ ട്രെയിലർ ആൻഡ് ടു ദ ക്യാരക്ടർ. താങ്ക് യു. നമസ്കാരം, മിഥുൻ മാനുവൽ തോമസ്, തിരക്കഥാകൃത്താണ്. വൈശാഖേട്ടൻ്റെ കൂടെ ആദ്യത്തെ സിനിമയാണ്, മമ്മൂക്കയുടെ കൂടെ 2ാമത്തെ സിനിമയാണ്. എല്ലാവരും 23-ാം തീയതി തിയേറ്ററിൽ എത്തണം, കാണണം. നമസ്കാരം, ഞാൻ മമ്മൂട്ടി. ഞാൻ ഈ പടത്തിൽ ഈ ജോസ് എന്ന ജോസായിട്ടായി ആയിട്ടാണ് അഭിനയിക്കുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ പടത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത്. ഈ പടത്തിൽ ഇവരുടെ എല്ലാവരുടെയും അഭിനയിക്കാൻ കിട്ടിയ അവസരം ഞാൻ വളരെ സന്തോഷവും. ഈ പടം ഞങ്ങൾ 23-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നതെന്നാണ് അറിഞ്ഞത്. എല്ലാവരും കാണണം. സന്തോഷം. നമസ്കാരം, എൻ്റെ പേര് വൈശാഖ് എന്നാണ്. മമ്മൂട്ടി കമ്പനിയുടെ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത്. എല്ലാവരും സിനിമ കാണണം. 23-ന് സിനിമയാണ്. സിനിമ ടർബോ ഒരു എൻ്റർടൈനറാണ്. ജോസേട്ട് നമുക്ക് വേറെ വേറെ വാക്കുകൾ അടുത്തിട്ട് വിശേഷിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയും. അപ്പോൾ ഞങ്ങളെല്ലാവരും എൻ്റർടൈനർ എന്നുള്ള വാക്കിൽ എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമ എന്നുള്ള വാക്കിലാണ് ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. നമുക്ക് എത്രത്തോളം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ചോദിക്കണ്ട മോനെ, ഇപ്പോൾ വീണ്ടും വീണ്ടും അത് ഓർപ്പിക്കല്ലേ. മലയാള ഫിലിമിൽ ഒരു ഡയലോഗ് ഉണ്ട്, അവന്റെ ഇടി എന്ന് പറഞ്ഞാൽ ഒരു 1.5 കിൻഡൽ വരുന്നു. ടർബോ ജോസിന്റെ ഇടിക്ക് എത്ര കിൻഡിലുണ്ടാവും? കൊണ്ടു നോക്ക്, അല്ലെങ്കിൽ കണ്ടു നോക്ക്. ജോസച്ചായ എന്നാണ്ട് വിശേഷം? ജോസേട്ടായി ജോസച്ചായ എന്ന് വിളിക്കാം. ഇല്ല, ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കുന്നത്. എന്നാ ജോസേട്ടായ എന്നാണ്ട് വിശേഷം? നല്ല വിശേഷം മോനെ. മോനെന്തുണ്ട് വിശേഷം? സുഖമായിട്ട് പോകണം അച്ഛാ. അടുത്തെന്താ? എനിക്ക് തോന്നുന്നു 104 ദിവസം ഷൂട്ട് ചെയ്ത കഥ പറഞ്ഞപ്പം ഇന്നലത്തെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായി മമ്മൂക്ക, അതിലേറ്റവും കൂടുതൽ ആക്ഷന് വേണ്ടി ദിവസങ്ങൾ മാറ്റിവെച്ചു, ചേസിങ്ങിന് വേണ്ടി. അപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മാസാണെന്ന് ഞങ്ങൾ പറഞ്ഞ മമ്മൂക്ക പറയും മാസ് അല്ല എന്ന് പറയും, മമ്മൂക്ക ക്ലാസ് അല്ല എന്ന് പറയും. ഞങ്ങൾ ഏത് രീതിക്കാണ്? ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ്. തീർന്നില്ലേ പ്രശ്നം? ഏറ്റെടുക്കുക. ഞാൻ നിങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന അറിഞ്ഞതിൽ വളരെ സന്തോഷം. നമുക്ക് പോവാം. എങ്കിലും ആ കഥ ഈ കഥാപാത്രം സിനിമ ആയാലും കഥാപാത്രം എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞ പോലെ ഒന്നും എന്ത് വലിയ ട്രിക്കൊന്നുമില്ല. നമ്മൾ സാധാരണ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്ന പോലെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മലയോര കഥാപാത്രങ്ങൾ ഒരുപാട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ വരും. കാരണം ആ ബെൽറ്റിൽ എല്ലാ ചെറിയ നുവാൻസസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ മനുഷ്യൻ. എന്നാലും പരമാവധി. പിന്നെ നമ്മുടെ കഥ പ്രധാനമായിട്ട് നടക്കുന്നത് കേരളത്തിലല്ല, ഭൂരിഭാഗവും തമിഴ്നാട്ടിലാണ്. പിന്നെ മറ്റുള്ളവരെ ആരും ആ ഭാഷ പറയുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സ്ലാങ്ങിനൊരു വലിയ പ്രാധാന്യം പിടിക്കേണ്ട. ഈ ക്യാരക്ടർ ജോസേട്ടായിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തമിഴ്നാട്ടുകാരും ഇവരൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ തമാശ എന്ന് പറയാൻ പറ്റില്ല, എന്താണ് പറയുക, ഹ്യൂമർ അവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്നു. കാരണം അതിനൊന്നും നേരമില്ല ഈ സിനിമയിൽ.
അല്ല, തമാശ പറഞ്ഞല്ല. മനുഷ്യൻ്റെ തലയിൽ തീ പിടിച്ച് നിൽക്കുമ്പോൾ തമാശ പറയാൻ സമയം ഉണ്ടാവില്ല. അങ്ങനെയാണ് കഥാപാത്രത്തിൻ്റെ അവസ്ഥ. ജോസേറ്റ് എടുത്തിയാട്ടക്കാരനായതുകൊണ്ട് പറ്റിപ്പോകുന്നതാണ്. അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിയിട്ടില്ലേ? പറ്റിയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ എടുത്തിയാട്ടം കൊണ്ട് അബദ്ധമായാൽ അത് തലേന്ന് പോകില്ല, അത് വലിച്ചെറിഞ്ഞാലും പോകുക. അതിങ്ങനെ അള്ളു പിടിച്ചിരിക്കുന്നവരെ പിടിച്ച് ജോസിൻ്റെ ഒരു വഴിക്കാക്കുന്നതാണ് ഈ സിനിമയുടെ കഥ. ബാക്കി കഥ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകാത്തത് ഉണ്ടെന്ന് തോന്നുന്നത് പോലെ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. മതി, അത് കൃത്യമാണ്. അച്ഛാ, ഈ കഴിഞ്ഞ ദിവസം ഈ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്, ആദ്യമായിട്ട് കഥ പറയാൻ പോയപ്പം നിനക്ക് കഥ അറിയാവോന്ന് ചോദിച്ചൊരു സംഭവം മമ്മൂക്കാൻ ഇന്നലെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാനൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് എന്ന് ആര് പറഞ്ഞ എന്നോടൊന്ന് ചോദിച്ചത്. ശരിയാണ്, തമാശ പറഞ്ഞല്ല. നമ്മളിവിടെയൊക്കെ പറയുന്ന അത്രയും പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് നന്നായില്ലേ? തീർച്ചയായിട്ടും രണ്ടാമത്തെ സിനിമയായില്ലേ? അല്ല, ഒരുപാട് സിനിമ കഴിഞ്ഞു. മമ്മൂക്കാട് കൂടെ രണ്ടാമത്തെ സിനിമ. നമുക്ക് പറയണ്ടായി ദുബായ് ലോഞ്ചിൽ ഇതൊരു സാമ്പിള് മാത്രമാണെന്ന് പറഞ്ഞു. അപ്പം ട്രെയിലറിനെ പറ്റി പറഞ്ഞ അല്ല, അതെ, ഇതൊരു സാമ്പിള് മാത്രമാണ്. അപ്പൊ യഥാർത്ഥ വെടിക്കെട്ടിന് വരാനിരിക്കുന്നേ ഉള്ളൂ. കുഴി ചാടിക്കല്ലേ? അത് വെടിക്കെട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വന്നേക്കാം. മമ്മൂക്ക ടെർബോജോസ് എങ്ങനെയാ? ട്രിപ്പിൾ സ്ട്രോങ് ആണോ? തോന്നട്ടെ എങ്ങനെയെങ്കിലും, നിങ്ങളത് ഉടക്കല്ലേ. മമ്മൂക്ക ഫഹദിന്റെ രാജമാണിക്യം കണ്ടിരുന്നോ? എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. ഫഹദിൻ്റെ സ്റ്റൈല് തന്നെയാണ്. നമ്മുടെ പറയുന്നതൊക്കെ ഒരു കേട്ടസി, നമ്മുടെ ഒരു റെഫറൻസ് വെച്ചത് ഓക്കെ. പക്ഷെ അത് ഈസ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ്. നമുക്ക് പടത്തിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? ഇപ്പോൾ മുൻകൂട്ടി പറയുവാണെങ്കിൽ എനിക്കത് ചോദിക്കാമോ എന്ന് അറിയില്ല. ഞാൻ കേട്ടൊരു കാര്യമാണ്, ചോദിക്കാമോ? സ്പോയിലർ പോലെ തോന്നുന്നതാണ്. സ്പോയിലർ അങ്ങനെ വേണേ പറയാം. എന്ന് വെച്ചാൽ ഒരു സ്കാമിനെ കുറിച്ച് അത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജും മുന്നറിയിപ്പും ഒക്കെ നമുക്ക് കിട്ടാൻ കാര്യങ്ങൾ സിനിമയിൽ ഉണ്ട്. അതിപ്പോ അത് സിനിമയിലൂടെ പോകുന്നതാണ്. അതിപ്പോ അതൊരു വളരെ ഫോഴ്സ്ഡ് ആയിട്ടൊന്നും പറയുന്നില്ല. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്കാം ഉണ്ടെന്ന്. ചോദിക്കുന്നത് എന്താ? എല്ലാവർക്കും അറിയാവുന്ന കാര്യം സ്കാം ഉണ്ട് കഥയിൽ. നമുക്ക് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അയ്യോ, അതിന് പേടിക്കൊന്നും വേണ്ട. പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, വൈശാഖ് സാറിൻ്റെ അടുത്താണ്. അയ്യോ, നമുക്ക് പറഞ്ഞെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ട്രെയിലറിൽ നമ്മളൊരു റിഫൈൽ ഷോട്ട് കാണുന്നുണ്ട് തോക്ക് വെച്ചിട്ട്. അത് ഇതുവരെ ഞാൻ മലയാളത്തിൽ അങ്ങനെ ഒരു ഷോട്ട് കണ്ടിട്ടില്ല. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആണ് എടുത്തേക്കുന്നത്. അപ്പം അതിനെപ്പറ്റി ഒന്ന് പറയാം. ആ ഷോട്ട് നമുക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കാരണം അത് നമുക്ക് അല്ല, ആ ഷോട്ട് നമുക്കൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അത് റിഗ് ചെയ്തിട്ട് ഒരു ഒരു സ്റ്റിക്കിൽ ഒരു ക്യാമറ റിഗ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ശരി, കാണിച്ചു തരും കേട്ടോ. ഇഷ്ടപ്പെടുന്ന ജോണറുകളൊന്നാണല്ലോ ഈ ആക്ഷൻ കോമഡി എൻ്റർടൈനിങ് ജോണർ. അപ്പോൾ ഈ ഇപ്പോഴത്തെ നമുക്ക് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, എക്സ്പ്ലോർ ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാവരും ഭയങ്കര ഉറ്റുനോക്കുന്ന ഒരു മമ്മൂക്കനെയാണ് ഒരുപാട് കുറച്ച് വർഷം കഴിഞ്ഞിട്ട് കൈ കിട്ടി. എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പുതിയ? അടിപൊളി. മോൻ്റെ പേരെന്താ? അജിത്ത്. ഞാനും അജിത്തിനെ പോലെ തന്നെ ഭയങ്കര കൗതുകത്തിലായിരുന്നു ഈ സിനിമയിലേക്ക് പോകുന്ന സമയത്ത്. കാരണം ഈ ടെറിട്ടറിയിലുള്ള, അതായത് ഈ സാഹചര്യത്തിലുള്ള കുറേ കഥാപാത്രങ്ങൾ നമുക്ക് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രതലത്തിലുള്ള, ലൈക്ക് ഇപ്പോൾ അച്ചായൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇടുക്കി ബന്ധപ്പെട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതലത്തിൽ നിന്നും ഒരു സിനിമ വരുമ്പോൾ മമ്മൂക്ക അത് എങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മിഥുൻ ഞങ്ങൾ ഈ കഥ ചർച്ച ചെയ്യുന്ന സമയം മുതൽ കൗതുകമാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെയായിരിക്കും മിഥുൻ ഓരോ ഡയലോഗുകളൊക്കെ ഇങ്ങനെ ഡെലിവറി ചെയ്ത് കാണിക്കും, നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും. അപ്പോൾ എൻ്റെ കൗതുകം മുഴുവൻ മമ്മൂക്ക ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം എനിക്ക് 100% ഷുവറാണ് ഒരിക്കലും മമ്മൂക്ക മുമ്പ് ചെയ്തൊരു കഥാപാത്രത്തെ റിപ്പീറ്റ് ചെയ്യില്ല. ആ രീതിയിൽ അതൊരിക്കലും പെർഫോം ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ പലതവണ ഞാൻ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് മമ്മൂക്ക ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെയായിരിക്കും മമ്മൂക്ക ചെയ്യാൻ പോകുന്നത്. അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു, നല്ലാതെ ഡീറ്റെയിൽ പറഞ്ഞില്ല. എന്തായാലും ഞാൻ ഈ സിനിമയിൽ ഇതേ കൗതുകത്തോടെയാണ് ഈ സിനിമയെ സമീപിച്ചത്. ഈ ഷൂട്ടിംഗ് നടന്ന 104 ദിവസവും ഞാൻ എൻജോയ് ചെയ്തത് പുതിയ കാലഘട്ടത്തിലെ അഭിനയ രീതികളനുസരിച്ച്, പുതിയ കാലഘട്ടത്തിലെ സിനിമകളുടെ രീതികളനുസരിച്ച് ആ പെർഫോമൻസിൻ്റെ മീറ്ററിൽ ഈ കഥാപാത്രത്തിനൊരു ഫ്രെയിം ഉണ്ടാക്കി ആദ്യം മധ്യാന്തം അത് അതേ രീതിയിൽ തുടർച്ചയായി. കാരണം ഇതിനകത്തിപ്പോൾ ഒരു കാര്യം മാത്രമല്ല, ആക്ഷൻ ഉണ്ടാവാം, ഫൺ ഉണ്ടാവാം, ഇമോഷൻസ് ഉണ്ടാവാം, മാറ്ററുകൾ ഉണ്ടാവാം. പല രീതികളിലൂടെ സിനിമ സഞ്ചരിക്കുമ്പോഴും ഈ കഥാപാത്രത്തിൻ്റെ ആ മീറ്റർ അതേപോലെ തുടർന്ന് ഈ പുതിയ കാലഘട്ടത്തിലനുസരിച്ചിട്ടുള്ള പെർഫോമൻസാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്.
ഞാൻ ഭയങ്കര രസമായിരുന്നു അതൊക്കെ എനിക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ. നിങ്ങൾക്കും സിനിമ കാണുമ്പോൾ അത് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമെന്നും ഒരുപക്ഷെ പുതിയ കാലഘട്ടത്തിൽ സിനിമ ചെയ്യുന്ന സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ കൊമേഴ്സ്യൽ സിനിമകൾ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിക്ക് ഒരു പെർഫോമൻസ് റെഫറൻസായി അതുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു. നിങ്ങളും ആദ്യമായിട്ടാണല്ലോ അങ്ങനെ കൊമേഴ്ഷ്യലി ആയിട്ടുള്ള ഒരു വില്ലനായിട്ട് എത്തുന്നത്. മമ്മൂക്കയെ നമ്മൾ കുറച്ച് കാലത്തിന് ശേഷമാണ് ഇത്രയും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ഒരു പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ട് കാണുന്നത്. സോ എന്തൊക്കെ പുതിയത് കൊമേഴ്ഷ്യൽ സിനിമയെ പറ്റിയിട്ട് മമ്മൂക്കയിലൂടെ മനസ്സിലാക്കി? എവറിഥിങ് ഐ ലേൺ ഹിയർ ഈസ് ന്യൂ. നമ്മുടെ വൈശാഖ് സാറുടെ ടെക്നിക്സ് ഓർ ദ വേ മിഥുൻ ഹാസ് റിട്ടൺ ഓർ ഫോർ എക്സാമ്പിൾ ദ ഫസ്റ്റ് ഡേ ഐ വെൻറ്റ് ഐ വാസ് ലിറ്റിൽ സ്കെയർഡ് ബിക്കോസ് ഓഫ് ദ ലാംഗ്വേജ്. എനിക്ക് മലയാളം അറിയൂ, പക്ഷേ അവരുടെ മുമ്പ് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇൻറ്റിമിഡേറ്റ് ആയി. എൻ്റെ ഡയലോഗ് ഫ്ലോ കുറച്ചും കൂടി മാറി. Then he said the same dialogue in his flow. The moment he said, I was like, why did I think in this way? Then I was so comfortable because I knew that he's not judging me. And and the unfortunate thing was he didn't have dialogue. He had to look at me. That was much more scary. He's just looking at me. I need to tell him. I'm like, okay. But the moment he gave me the flow, I could actually hold on to the scene. So then I knew that there is a lot to learn in the commercial space that bridge cinema makers or indie filmmakers need to learn. The way they write, the way they approach Vishnu Sharma's camera angle, the way Sir perform, or Vaishak, how he ideated the scene and everything. That I think I really say it's a film school to me. But they paid me the fees, that's all. മമ്മൂക്ക ഹിറ്റ്ലർ എന്നുള്ള സിനിമയിലെ ആക്ഷൻ സീനുകളിൽ മമ്മൂക്ക എല്ലാ ആക്ഷൻ സീനുകളും ഇടത് കൈ കൊണ്ടാണ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. ആ സിനിമ കണ്ടാലറിയാം. നമുക്ക് അത് എഫേർട്ട് എടുത്തിട്ട് എല്ലാം ആക്ഷനും തുടങ്ങുന്നത് ഇടത് കൈ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു കൊമേഴ്ഷ്യലായ സിനിമയിൽ അങ്ങനെ ഒരു ചെറിയ എഫേർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല ആക്ച്വലി. പക്ഷേ ആ ഒരു വ്യത്യസ്തത നമുക്ക് കാണാം. അപ്പോൾ വൈശാഖ് ചേട്ടനോടും മമ്മൂക്കയോടാണ്. ടേബോയിൽ ഇപ്പോൾ 104 ദിവസത്തിലെ 70% സമയവും ആക്ഷനും സ്റ്റണ്ടിന് വേണ്ടിയിട്ടാണല്ലോ മാറ്റി വെച്ചിട്ടുള്ളത്. അങ്ങനെ മമ്മൂക്കയുടെ ഭാഗത്ത് നിന്ന് കണ്ട ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ഒന്ന് പറയാം. ഒന്നാമത് ഇവരൊന്നും പറയാൻ സമ്മതിക്കില്ല. നമ്മൾ ഈ നിങ്ങളുടെ ഫോട്ടോസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന അറിയില്ല, ടർബോയുടെ നമ്മുടെ ആ ഫസ്റ്റ് സ്ക്രീൻ വന്നത് അത് തന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ടർബോ പഞ്ച് എന്ന് പറഞ്ഞൊരു പഞ്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ലെഫ്റ്റ് ഹാൻഡ് പഞ്ചാണ്. ആ പഞ്ചിന് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. നമുക്ക് എന്നോട് പറഞ്ഞിരുന്നു അടിയോടടി സിനിമ തരാമെന്ന്. വാക്ക് വലിച്ചിട്ടുണ്ട്. ഈ ഇപ്പം ഭീഷ്മത്തിൽ നമ്മൾ നോക്കാൻ നേരത്ത് അതിന്റെ ഫൈറ്റ് സീക്വൻസിലൊക്കെ ബോൾട്ട് പോലത്തെ ഉള്ള ന്യൂ ടെക്നോളജീസുമായിട്ട് നമുക്ക് മല്ലിടുന്നതാണ്, ഇല്ലെങ്കിൽ അതിനെ തോൽപ്പിക്കുന്നതാണ്. അപ്പം നേരെ മറിച്ച് ഇപ്പം ടർബോയിൽ വരാൻ നേരത്ത് ഫൈറ്റ് സീക്വൻസിൻ്റെ അകത്ത് ഇപ്പം ട്രെയിലർ കട്ട്സിലൊക്കെ നമ്മൾ കണ്ടത് ഗംഭീരമായിട്ടുള്ള ഷോട്ട്സ് കാര്യങ്ങളൊക്കെയാണ്. അതിനെ എങ്ങനെയായിരുന്നു ഈ ടെക്നോളജിയുമായിട്ട് മമ്മൂക്കയുടെ മല്ലിടല്? നമുക്ക് ടെക്നോളജിയുമായി മല്ലിടേണ്ട കാര്യമില്ല. വളരെ നല്ല ധാരണ ടെക്നോളജിയിലുള്ള ആളാണ്, നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇപ്പോൾ സാധ്യമായിട്ടുള്ള ഒരു പരമാവധി ലഭിക്കാവുന്ന എല്ലാ ടെക്നോളജികളും എല്ലാ എക്യുപ്മെൻറ്റ്സുകളും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയെന്നാണ് വിശ്വാസം. കണ്ടു നോക്കും. ഇപ്പോൾ ചേട്ടാ, ഇപ്പോൾ ഈ നമുക്കടെ വോയിസ് മോഡുലേഷൻ്റെ ഭയങ്കര ഒരു ഫാനാണല്ലോ. അപ്പോൾ ഈ ഓസ്ലറിൽ ഈ ഡെവിൾസ് ഓൾട്ടർനേറ്റീവും അല്ലെങ്കിൽ ഇതിനകത്ത് ടർബോ ജോസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. ഈ മമ്മൂക്ക പറയുമ്പോൾ അതൊരു ഭയങ്കര ഡിഫറെൻറ്റ് ബോൾ ഗെയിമാണ്. അപ്പോൾ ഈ ഡയലോഗ്സ് എഴുതുമ്പോഴും എന്തൊക്കെ എഫേർട്ടുകൾ ആ ഒരു ഫാൻ ബോയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്? നമ്മളങ്ങനെ ഒരു ഭയങ്കര ചീസി ഡയലോഗുകൾക്ക് ഇതിനകത്ത് അങ്ങനെ കാര്യമായിട്ട് ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ ജോസേട്ടായി പറഞ്ഞതുപോലെ തലയ്ക്ക് മീതെ പ്രശ്നങ്ങൾ വന്ന് നിൽക്കുമ്പം വർത്തമാനം പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പുള്ളി പല ഘട്ടങ്ങളിലും നിൽക്കുന്നത്. പിന്നെ ഉള്ള ഡയലോഗുകൾ, രസമുള്ള ഡയലോഗുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പുള്ളി പറയുമ്പം അതിനൊരു ഭംഗി ഉണ്ടാവുമല്ലോ. ആ ഭംഗി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ എഴുതിയിട്ടേ ഉള്ളൂ, ബാക്കി അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം പറയുമ്പോൾ ഉണ്ടാവുന്നൊരു ഭംഗിയുണ്ടല്ലോ, അതുണ്ടാവും. ഈ കഥ പറയാൻ പോയപ്പോൾ മമ്മൂക്കായുടെ അടുത്ത് 2ാമത്തെ സിനിമയാണ് ചെയ്യുന്നത്. ഈ കഥ പറയാൻ പോകുമ്പോൾ മമ്മൂക്കായുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തരമൊരു കഥയാണ് ചെയ്യുന്നത്. നമുക്ക് തോന്നുന്നു കുറേ ആക്ഷൻ ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. വേറെ പല രീതിക്ക് മേക്കിംഗ് ചെയ്ത സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളുകളാണ്. ഈ കഥ പറയുമ്പോൾ മമ്മൂക്ക എങ്ങനെയാണ് താങ്കളുടെ അടുത്തൊരു പ്രതികരണം നടത്തിയത് ആദ്യം ഫസ്റ്റ് ടൈം? ഞാനും വൈശാഖനും കൂടെ പൂനെയിൽ കണ്ണൂർ സ്ക്വാഡ് ലൊക്കേഷനിൽ പോയിട്ട് കഥ പറയുമ്പം കഥ കേട്ടപാടെ പുള്ളി അത് ഇത്രയും ആക്ഷനോട് കൂടി തന്നെയാണ് പറഞ്ഞത്. പുള്ളി അത് ഓക്കെ അടിച്ചു. അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പം ഒരുപാട് ആക്ഷനുണ്ട്, ഒരുപാട് നൈറ്റ് സീക്വൻസുകളുണ്ട്.
അപ്പോൾ അത് പുള്ളി അത് അപ്പം തന്നെ അത് ഓക്കെ അടിച്ചതിൻ്റെ കാരണം അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചുകൊണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അതങ്ങനെ തന്നെ ആയിരുന്നു താനും. ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞു. അതെ, അത് മറ്റൊരു ചലഞ്ച്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, നമ്മുടെ മാഷിനെ കണ്ടപ്പോൾ ഇവിടെ ഒരു സിനിമയുടെ ലൊക്കേഷൻ മാഷ് പറഞ്ഞൊരു ഡയലോഗാണ്. ഞാൻ ചോദിക്കുകയാണ്, മമ്മൂക്ക വീണ് കിടന്ന് നമ്മൾ ഇതിൽ കാണുകയും ചെയ്തു. വീണ് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം വേറൊരു ഡൂപ്പിട്ട് ചെയ്യാമെന്ന് മമ്മൂക്ക അത് വേണ്ട, ഇത് ഞാൻ തന്നെ ചെയ്യുമെന്ന്. 95% മമ്മൂക്ക തന്നെയാണ് ചെയ്തതെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ശതമാനം കണക്കുകളൊന്നും എടുക്കേണ്ട കാര്യമില്ല. ടെക്നോളജിയുടെ ഭാഗമായിട്ട് വിടും. മമ്മൂക്കയുടെ എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട്. അതാണ് മമ്മൂക്ക ഫുൾ അത് ചെയ്തു എന്നാണ് പറഞ്ഞത്. അതാണ് നമുക്ക് സമ്മതിക്കില്ല. അങ്ങനെ വേറെ അദ്ദേഹം അതിൽ മാത്രമല്ല, നമ്മൾ തൻ്റെ ബോഡി ലാംഗ്വേജിൽ ഭയങ്കരമായി കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെ ഒരുപാട് വേറെ ഷോട്ടുകൾ എടുക്കാൻ സമ്മതിക്കുന്ന ഒരാളല്ല പുള്ളി അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ സിനിമയുടെ എന്റർടൈൻമെന്റ് ആയി കാണും, അത് എൻജോയ് ചെയ്യും. നമുക്ക് ഫൈറ്റ് ചെയ്തേക്കുവാണ്, അത് ഫൈറ്റ് ചെയ്തിരിക്കുക, നമുക്ക് വെച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഫൈറ്റ് ചെയ്തിരിക്കുക. അതാണ് സത്യം. ജോൺ ചേട്ടായി നേരത്തെ പറഞ്ഞ പോലെ 4 സിനിമകൾ മമ്മൂക്കാനെ വെച്ചിട്ട് ഇതൊരു അവസരം കിട്ടും. ഇപ്പോഴാണ് തന്നെ മമ്മൂക്ക 5ാമത്തെ സിനിമയാണ്, മമ്മൂട്ടി കമ്പനിയാണ്. ഇനി 400 സിനിമയെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 40 സിനിമയെന്നാണ് പറഞ്ഞേക്കുന്നത്. സത്യമാണെങ്കിൽ ഒന്ന് മമ്മൂക്കയുടെ അടുത്ത് ഇവിടെ വെച്ചെന്ന് ചോദിച്ചൊന്ന് ഉറപ്പിക്കണമല്ലായിരിക്കും. ഇല്ല, ഞാനും മമ്മൂക്കയും അങ്ങനെ ഉറപ്പിക്കേണ്ട കാര്യമില്ല. ഒരു മാനസിക വ്യാപാരമുണ്ട്, അതാണ് എൻ്റെ വിശ്വാസം. ഈ ജോണിച്ചാൻ്റെ കഥാപാത്രം എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എൻ്റെ കഥാപാത്രം പറഞ്ഞാൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള ത്രില്ല് പോകും. അത് പറയാൻ മമ്മൂക്കയുടെ വരം അറിയിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഈ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ഈ പെരുന്നാൾ കടകൾ വാടകയ്ക്ക് ലേലം വിളിച്ചെടുക്കുകയല്ലേ, അങ്ങനെ എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. ബിന്ദു ചേച്ചിനെ നമ്മൾ ലാസ്റ്റായിട്ട് എൻ്റെ ഓർമ്മയിൽ റൊഷാക്കിലാണ് മമ്മൂക്കയുടെ ഒരു ഓപ്പോസിറ്റ് നിന്ന് കണ്ടേക്കുന്നത്. അപ്പൊ ടെർബോയിൽ എങ്ങനെയായിരിക്കും? സംസാരിക്കുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു കാസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതെ ചേച്ചി ഒരുപാട്, അതെ ചേച്ചി പറഞ്ഞു. അതെ, റോഷാക്കിൽ വ്യത്യസ്തമാണ്, ഓപ്പോസിറ്റാണ്. പക്ഷെ ഇപ്പം മമ്മൂക്കയുടെ അടുത്ത് തന്നെയാണ്. ബിന്ദു ചേച്ചി, ഇപ്പോൾ സായി ചേട്ടൻ പണ്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നേരിട്ട് വിളിക്കാൻ പറ്റില്ല മമ്മൂക്കനെ, ഏടാ ഇങ്ങ് വാടാ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ മമ്മൂക്കയുടെ അച്ഛനാവാൻ പറ്റുന്നുണ്ട് രാജമാണിക്യത്തിലൊക്കെ, അതൊരു സൗകര്യമാണ്. അതുപോലത്തെ സൗകര്യം ആസ്വദിച്ചിട്ടുണ്ടോ ടെർബോയിൽ? തീർച്ചയായിട്ടും. അത് ടെർബോ മാത്രമല്ല, അതെ ബസ് കണ്ടക്ടർ എന്ന് പറഞ്ഞ മൂവിയിലാണ് ഞാൻ ആദ്യം മമ്മൂക്കയുടെ ഉമ്മയാണത്. ഇതെനിക്ക് സെക്കൻഡ് ടൈമാണ്. എനിക്ക് വളരെ സന്തോഷമാണ്. ഈ പറഞ്ഞതൊക്കെ ഞാനും മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ആക്ഷൻ പടമാണല്ലോ ടെർബോ. അപ്പോൾ അത് മിഥുൻ മാനുവൽ തോമസ് എന്ന വ്യക്തിയിലുള്ള വിശ്വാസമായിരുന്നു അതിലോട്ട്? ഞാൻ മിഥുൻ മാനുവൽ തോമസിനെയും വൈശാഖിനേക്കാൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ വിശ്വസിച്ചിട്ടറിയും. അല്ലാതെ എനിക്ക് ഇവരെ ഞങ്ങളുമൊക്കെ നിങ്ങളെ വിശ്വസിച്ചിട്ട് വരുന്നത്. കാരണം ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും അങ്ങനെയാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ചിലരുടെയൊക്കെ ഊഹങ്ങളൊക്കെ തെറ്റിപ്പോകും, ചിലതൊക്കെ ശരിയാവും. എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാവില്ല, അത്രേ ഉള്ളൂ. ഇത് ശരിയാക്കണേ. ഇപ്പം നമുക്കറിയാം, മാസ് സിനിമകൾ ഇല്ലെങ്കിൽ ആക്ഷൻ സിനിമകൾ എന്ന് പറയാൻ നേരത്തെ തന്നെ മലയാളികൾക്ക് ഓർമ്മ വരുന്ന ബിഗ് ബിയും ഭീഷ്മറും. അപ്പൊ അതിൻ്റെ അകത്ത് ബിഗ് ബിയില് ഗോപി സുന്ദർ ചെയ്തു വെച്ചിരിക്കുന്ന സ്കോർ എന്ന് പറയുന്നത് യോ ബിഗ് ബി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും വൈറലായിട്ടുള്ള ഒരു സ്കോറാണ്. അത് കഴിഞ്ഞ് ഭീഷ്മറത്തില് സുഷിൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ലെയർ. അതിനുശേഷമാണ് നമുക്കടെ ടർബോയിൽ ക്രിസ്റ്റ വരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ തിയേറ്ററിനെ പ്രകമ്പനം കൊള്ളിക്കാനുള്ള സാധനം ഉണ്ടോ? ഞാൻ ആദ്യം ഫേസ് ചെയ്ത ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രഹ്മയുഗം അത്യാവശ്യം സ്പേസ്ഡ് ഔട്ടായിട്ട് സൗണ്ട് സ്കേപ്പും പരിപാടികളും മാക്സിമം എലമെൻറ്റ്സ് കുറച്ച് ആ ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യാനാണ് ശ്രമിച്ചത്. നേരെ എക്സ്ട്രീം അറ്റത്താണ് ഇപ്പുറത്ത് ടർബോ വന്നത്. അപ്പോൾ ആദ്യം ഞാൻ വൈശാഖനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് കുറച്ച് ടൈം തന്നെ, ഞാനിത് ബ്രഹ്മയുഗത്തിൽ നിന്ന് ഇറങ്ങി ഇതിലോട്ട് കയറാനുള്ള ടൈം തന്നെ എന്ന് പറഞ്ഞു. പക്ഷെ ഗ്രാജുവലി ചെയ്തു വന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മാസ് പരിപാടി തന്നെ ആയിട്ട് വന്നിട്ടുണ്ട്. പ്രകമ്പനം കൊള്ളിക്കൂ എന്നൊക്കെ ഉള്ളത് കണ്ടു നോക്കിയിട്ട് പറ. ഇത് ഇലക്ട്രോണിക് പരിപാടികൾ ഉണ്ട്. എനിക്ക് കൂടുതലും ഇഷ്ടമുള്ള ജോണറാണ്. പിന്നെ സൗത്ത് സൈഡ് നമ്മൾ കുറച്ച് പെർക്കഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്തായിരുന്നു സപ്തയില്. അപ്പം അങ്ങനത്തെ പരിപാടികളും ഉണ്ട്. മൊത്തത്തിൽ ഹൈബ്രിഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്.
ഇല്ല, ഇത് ടെക്നോളജി ഇല്ല, പക്ഷേ കുറച്ച് പുതിയ സൗണ്ട്സ് ഇലക്ട്രോണിക്കലി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മറ്റേ മാനുവലി അല്ല, അല്ലാതെ ഡിജിറ്റലി ഇതിലും സിന്ധിലുമായിട്ട്. അതെ, ഇത് മറ്റേ പണിയായിരുന്നിരുന്നു. ഇതിൽ മറ്റേ ഫുൾ സിന്ധിലും ഇതിലൊക്കെ ആയിട്ട് കുറച്ച് സൗണ്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മമ്മൂക്കയുടെ സ്ലോ മോഷൻ ഷോട്ട്സിന് വേണ്ടിയിട്ട് RRG ഇല്ലേ, അപ്പോൾ ഈ ഫാൻ ബോയ് ഉണരുമോ ക്യാരക്ടറിന് സിനിമയ്ക്ക് എന്ത് കൊടുക്കാൻ പറ്റും ഉറപ്പായിട്ടും ഇതുണ്ട്. പക്ഷേ അറ്റ് ദി എൻഡ് എനിക്ക് അഡ്രിനാല് കിട്ടുന്നുണ്ടോ, എനിക്ക് അഡ്രിനാല് കിട്ടുന്ന വരെ വർക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് അഡ്രിനാല് കിട്ടിയിട്ടുണ്ട്. ലെറ്റ്സ് സീ എന്താണെന്ന് നോക്കാം. ശബരീഷ്, ഇപ്പോൾ ഈ മമ്മൂക്കയുടെ അനിയൻ സ്ഥാനത്തേക്ക് വരുന്ന കഥാപാത്രങ്ങൾ ചെയ്തവരൊക്കെ കുറച്ച് പേരെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് നമുക്ക് റഹ്മാനിൽ കാണാം, ബിജു മേനോനിൽ കാണാം, ജയറാമിൽ കാണാം. അങ്ങനെ എല്ലാ ആളുകളിലും മമ്മൂക്കയുടെ അനിയൻ സ്ഥാനത്ത് അല്ലെങ്കിൽ മമ്മൂക്കയുടെ കൂടെയുള്ള ആളാവുന്നത് ഒരു കരിയർ അപ്ഗ്രേഡാണ്. അപ്പോൾ ടെർബോ ആ വിധത്തിലൊരു അപ്ഗ്രേഡ് ആയിരിക്കും ആണെന്നല്ലേ പറഞ്ഞോ. ഇപ്പോൾ ആവട്ടെ, സന്തോഷമല്ലേ ഉള്ളൂ അതിൽ. നമുക്ക് 23-ാം തീയതിക്ക് ശേഷം അറിയാം. എങ്ങനെ ടെർബോ ജോസിന്റെ ലുക്കിലേക്ക് എത്തി? അത് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണ്ടതെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അതിനുമുമ്പ് ഞാനൊരു വെക്കേഷന് വേണ്ടി ചെറുതായിട്ട് മുടി വെട്ടിയിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു വെക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മുടിയിലൊക്കെ ഒന്ന് പണിത് നോക്കിയതാണ്. അപ്പോൾ തിരക്കേട്ടില്ലെന്ന് ഇവർ പറഞ്ഞു, അങ്ങനെ ഒത്തതാണ്. അല്ലാണ്ട് അതിന് വേണ്ടി ഒരു പരിപാടികളുണ്ട് അങ്ങനെ ഇല്ലേ. മനഃപൂർവ്വം ചെയ്തിട്ട് എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു. മുടി വെട്ടിക്കഴിച്ച് പിന്നെ വളരാൻ കുറേ സമയം എടുക്കുമല്ലേ. അപ്പോൾ അതിന് മുമ്പ് പടം തുടങ്ങണം. അപ്പോൾ പിന്നെ ആ മുടി വെച്ച് അങ്ങ് അഭിനയിച്ചു. പിന്നെ പടം തീരുന്നവരെ ആ മുടി വെട്ടി അങ്ങനെ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് എൻ്റെ കഥ. പടത്തിനകത്ത് 2-3 ഷർട്ടും മുണ്ടൊക്കെ ഉള്ളൂ. പിന്നെ അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മമ്മൂക്ക വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ. ഇവിടുത്തെ ലെഫ്റ്റ് സൈഡ് എവിടെയെങ്കിലും വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താങ്കൾ. അപ്പോൾ ഈ സിനിമയിലെ ആക്ഷൻ സീനിലെ വണ്ടികൾ ഡ്രിഫിംഗ് ഒക്കെ താങ്കൾ തന്നെ ചെയ്തെന്ന് പറഞ്ഞായിരുന്നു. കുറേ വണ്ടികളുണ്ട്. വണ്ടികളൊക്കെ പഴയ വിലക്ക് വിറ്റോണ്ടിരിക്കുക, പൊട്ടിച്ചോ ചവിട്ടി ചെയ്തു. ഈ സിനിമയിലെ ആക്ഷൻ സീനിലൊക്കെ മമ്മൂക്ക ഇന്നലെ പറഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആക്ഷൻ സീനിലെ ഡ്രിഫ്റ്റിംഗ് ഒക്കെ താങ്കൾ തന്നെ ചെയ്തത്. അത്രയും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഡ്രിഫ്റ്റ് എന്ത് ചെയ്യല്ല നമുക്ക്. കാരണം ആൾക്കാർ ചുറ്റും നമ്മൾ മാറി നിന്ന് എല്ലാം സേഫ് ആയി കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ എളുപ്പമല്ലേ. അല്ല, അതൊരു സാഹസികതയൊന്നും അല്ല. നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്കേ പറ്റുള്ളൂ, വേറെ ആർക്കും ഒന്നും പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ആക്ഷൻ അങ്ങനെ ഒരുപാട് ഡ്രിഫ്റ്റിംഗ് ഒന്നും ഇല്ല, ചെറുത് കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടോ? അല്ല, അങ്ങനത്തെ പടങ്ങൾ ഉണ്ടോന്ന് ചോദിച്ചാൽ എന്നാലും എല്ലാം നടക്കൽ മനെ. ഇപ്പൊ റോട്ടിൽ എന്തോരം വണ്ടികൾ, വല്ല പണി നടക്കും. ഇപ്പം ഒരു മമ്മൂട്ടി ചിത്രം ചെയ്യാൻ വേണ്ടി വയനാട്ടിൽ നിന്ന് ബസ് കയറിയ ആളാണെന്ന് പണ്ട് ആടിന്റെ ലോഞ്ചിന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ബേസിക്കലി ആ ഒരു നിറവേറ്റിയിരിക്കുകയാണ്. സന്തോഷം, ആഗ്രഹം നിറവേറ്റുമ്പോൾ തോന്നുന്നു സ്വാഭാവികമായ കലർപ്പില്ലാത്ത സന്തോഷം. ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 2ാമത്തെ പടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രസ് മീറ്റിനിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഇന്ദുലേഖ എന്നാണ്. അതിൽ കൂടുതൽ എന്താ പറയുന്നത് മിഥുൻ ചേട്ടാ? ഓക്കെ, ബാങ്കിൽ വർക്ക് ചെയ്യുന്ന, ബാങ്ക് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് എങ്ങനെ ടെർബോ ജോസിനെ മീറ്റ് ചെയ്യുന്നു, ആ കഥ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിന് പടം കാണേണ്ടി വരും. ഇപ്പം മാസ് ഫിലിം എന്ന് പറയാൻ നേരത്ത് പ്രേക്ഷകന് സ്വാഭാവികമായിട്ട് അവന് ചിന്തകൾ, ഇമാജിനേഷൻസ് അസോസിയേറ്റ് ചെയ്യുന്ന കുറെ ചിത്രങ്ങൾ, ഇപ്പൊ നായകനാണെങ്കിലും ബിഗ് ആണെങ്കിലും ഭീഷ്മറാണെങ്കിലും അത്തരം കുറെ ചിത്രങ്ങളായിരിക്കും മനസ്സിൽ ആദ്യം വരിക. അപ്പം ഈ ഒരു മമ്മൂക്കനെ വെച്ചിട്ട് ഒരു ആക്ഷൻ സിനിമ ചെയ്യണം എന്നൊരു തോന്നലുണ്ടാകുന്നത് ഇങ്ങനത്തെ ഇമാജിനേഷൻസിനെ ബ്രേക്ക് ചെയ്യണമെന്നൊരു തോട്ട് ഉണ്ടായിരുന്നു. ഒന്ന്, ഇത് ആക്ഷൻ ഡ്രാമ ജോണറിൽ പെടുന്ന സിനിമയാണ്. ഇതിനങ്ങനെ ഒരു പ്യൂർ മാസ് സിനിമ എന്ന് പറയാവുന്ന എനിക്കല്ല. ആക്ഷൻ ഡ്രാമയാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർ ജോണർ എന്ന് പറയാവുന്നത്. പിന്നെ കുറച്ച് ഹ്യൂമർ എലമെൻസുകൾ കഥാപാത്രത്തിൻ്റെ ഭാഗമായി, കഥയുടെ ആ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായി അയാൾ തന്നെയുള്ള ഒരു ഹ്യൂമർ എലമെൻ്റ് ഉണ്ട് എന്നല്ലാതെ അതല്ലെങ്കിൽ ഇതൊരു ആക്ഷൻ ഡ്രാമ ജോണറിൽ പെടുന്ന സിനിമയാണ്. പ്രൊഡ്യൂസർ എന്ന നിലയിൽ മമ്മൂക്ക ഇതിൻ്റെ പ്രൊഡ്യൂസർ, ആക്ടറുമാണ്. അപ്പോൾ ആക്ടർ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് എങ്ങനെയാണ് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ശമ്പളമൊക്കെ പറഞ്ഞിട്ടുണ്ട്, തരികയും ചെയ്യും, അന്നിലെ പിടിച്ചു മേടിക്കും. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിട്ടുവീഴ്ച ചെയ്യുമോ? വിട്ടുവീഴ്ച ചെയ്യേണ്ട വരില്ല. അങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ തന്നെ ഇവർ തരാതെ പറ്റിക്കലേ ഉണ്ടാവുള്ളൂ. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ട അതെ, വിട്ടുവീഴ്ച ചെയ്താൽ അവർ അത് ശീലമാക്കും. പിന്നെ തരാതെ പറ്റിക്കാം, അത് നമുക്ക് ഓർമ്മ അപ്പോൾ മിഥുൻ ചേട്ടാ, ഇതൊരു റിയൽ ഇൻസിഡൻസ് ബേസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ തന്നെ ആണോ? അത് ആ സ്കാമുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അത് കാണാം നിങ്ങൾക്ക്. സ്കാമുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരാളുടെ ഒരു കുഞ്ഞു ഒരു ജീവിതത്തിൽ നടന്ന ഒരു റിയൽ ഇൻസിഡൻറ്റിൻ്റെ ഒരു പീസും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. നിരഞ്ജനയുടെ ഒരു കഥാപാത്രത്തെ കുറിച്ചൊന്ന് പറയാമോ? അതുപോലെ സിതാര എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ബാങ്കറാണ്. ഇവരുടെ ജീവിതത്തിലെ ഒരുപാട് നല്ല മൊമെന്റ്സ് കൂടി ഉണ്ടായിരുന്ന സെറ്റാണല്ലോ ടർബോ. ബർത്ത്ഡേ സെലിബ്രേഷൻ ഉൾപ്പെടെ. അത് ബസൂക്കയിലായിരുന്നു. ബസൂക്ക. അപ്പോൾ ഈ ടർബോന്റെ ഒരു ജേണി, മമ്മൂക്കയുടെ കൂടെ തഗ് ലൈഫ് ഡയലോഗുകളൊക്കെ അടിച്ചു തുറക്കുന്ന ഒരു ജേണി. അല്ല, അത് 23-ാം തീയതി എന്തായാലും അറിയാമല്ലോ. പിന്നെ നിതിൻ ചേട്ടൻ പറഞ്ഞ പോലെ ജോസേട്ടായി എൻ്റെയും കൂടെയാണ്. അതാണ് മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സെലക്ഷനെ കുറിച്ച് പാൻ ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പല സ്റ്റേറ്റ്മെന്റ്സും പല സെലിബ്രിറ്റീസും പറയുന്നുണ്ട്. ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ എങ്ങനെയായിരുന്നു ഇതിനെയൊക്കെ നോക്കി കാണുന്നത് മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻസും കാര്യം? I think the first question I asked him when I met him was the same thing, because I'm a director who acts, and I'm very scared when I act in other script, because it's not only about selecting the script, it's also about then selecting the team, and selecting the team which actually is very passionate when we go on ground. Some people might write it very well, but they may not execute very well. Some might execute very well, they may not promote very well. So these are the stages that cinema has. So how do you select the script is the question that I had. And he said one beautiful thing, that is like, art is risky. I think that's the beauty of art. The moment we want to make it risk-free, then the whole fun is gone. So whenever he chooses a director or a script, he always chooses risk, and in spite of it, he goes. I think that is something like the whole industry, the Indian industry or the world, need to observe and learn. അതിനകത്ത് ഏറ്റവും എക്സൈറ്റഡ് ആയ സംഗതി സ്റ്റാർഡം വേണ്ട, ഇമേജ് വേണ്ട എന്നൊരു തോട്ടാണല്ലോ. അല്ല, അത് I think we need to learn it. It's not easy to have, everybody is insecure, especially artists. To have no insecurities when you select script and for example, the moment somebody 1,000 people clap, you want 2,000 people to clap. Then you don't make films which are personal to 50 people. But that is not the case with Mammootty sir. He makes a film which might be completely personal like Kadal, and also a thriller and horror thriller like Brahmayugam, and then he comes with a turbo. I don't know how. Maybe he need to explain, but it's beautiful to see and wonder. അപ്പോൾ ഈ ചോദിച്ചതിനുള്ള ഒരു നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ ലിസ്റ്റ് കൂടെ നിങ്ങൾ ചോദിച്ചതെന്ന് പറയാം. കബീർ സിംഗ് ദുഹാൻ അറിയാലോ, അദ്ദേഹമുണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ നമുക്ക് അരുൾദാസ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ട്. പിന്നെ വസന്ത് രവി ഉണ്ട്, നമോ നാരായണൻ. അങ്ങനെ 80ഓളം പേര് നമുക്ക് പുറത്തുനിന്നുള്ള ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഫീനിക്സ് പ്രഭു അറിയാലോ, ഷാജി നെടുവിൽ, അവരൊക്കെ നമ്മുടെ പോസ്റ്ററിൽ കണ്ട ആളുകളൊക്കെ ടെക്നീഷ്യന്മാരായിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഞങ്ങളൊക്കെയാണ് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞു വന്നെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്ര നേരം ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ പത്രസമ്മേളനം നമുക്ക് ഒരു ചോദ്യം. ഇപ്പോൾ RJ ബാലാജി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു ഡയറക്ടർ ഈ അടുത്ത് പറഞ്ഞിരുന്നു, മറ്റൊരു ആക്ടർ അവിടുത്തെ വലിയൊരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് സിനിമ ചെയ്യിപ്പിക്കുമ്പോൾ നരയിടാൻ വരെ അവർ കുറേ നേരം ഡിസ്കസ് ചെയ്യേണ്ട വന്നു. നരയിട്ടാൽ എങ്ങനെയായിരിക്കും, ഇമേജിനെ ബാധിക്കുന്നു. മമ്മൂക്ക എപ്പോഴും മമ്മൂക്കയുടെ സൗകര്യത്തിനല്ല, സിനിമയുടെ സൗകര്യത്തിനാണ് നിന്നിട്ടുള്ളത്. അത് ആ ഒരു ലവ് ഉണ്ടല്ലോ സിനിമയോട്, അതിൻ്റെ പേരിലത്തെ കാര്യം എന്താ? നേരത്തെ പറഞ്ഞാണ് ലവ്, സിനിമയോടുള്ള ലവ്, പാഷൻ. എനിക്ക് സിനിമയെ അല്ലാതെ ഒരു വഴിയും വേറെ ഞാൻ കാണുന്നില്ല. ഈ സിനിമയില്ലെങ്കിൽ എൻ്റെ കാര്യം കുഴപ്പത്തിലാവും, എൻ്റെ ശ്വാസം നിന്ന് പോകും. താങ്ക് യു. നമുക്ക് ആ ഡയലോഗ്, ആ ട്രെയിലറിൽ പറഞ്ഞ ആ ഡയലോഗ്, ലാസ്റ്റ് ഡയലോഗ് പറഞ്ഞില്ല മമ്മൂക്ക ഒന്ന് പറ മമ്മൂക്ക പ്ലീസ്. അല്ല മമ്മൂക്ക ആ ഡയലോഗ് ഒരു കാര്യമുണ്ട്, എനിക്ക് വേണ്ടി ഒരു പടം വരച്ച ഒരു കുട്ടി, അത് നമുക്ക് ഈ ഡയലോഗ് എന്തായാലും പറയണം കേട്ടോ. നമുക്ക് ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ നമുക്ക് വിളിക്കാം. ആ കുട്ടി ആ ഡയലോഗ് ഒന്ന് പറയണം. അല്ല നമുക്ക് ആ ഡയലോഗ് പറയുമ്പോൾ നമുക്ക് പടത്തിലേ പറയുള്ളൂ, എനിക്കറിയാം. അല്ല ഇതിന് ആ ഡയലോഗും ഇതും മമ്മൂക്ക കൊണ്ട് പറയിപ്പിച്ചു തന്നു. എൻ്റെ ഡയലോഗ് മമ്മൂക്ക വീണ് കഴിഞ്ഞാൽ ഞാൻ വീഴുവാണല്ലോ, ഞാൻ വീഴുവാണെങ്കിൽ എൻ്റെ കൂടെ 10-15 പേര് കൂടെ വീഴും. മമ്മൂക്ക ഞങ്ങൾ സിനിമയ്ക്ക് വേണമെങ്കിൽ ഞങ്ങൾ 10-15 പേരുമായിട്ട് സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ട്? പൊളിക്കണ്ട, നമുക്ക് വീഴരുത് ഒരിക്കലും ഇല്ല. മുന്നിലിരുന്ന് 10-15 പേരൂടെ പോകും, ഒരുത്തനും വീടരുത്, എല്ലാവരും നല്ല എനർജി ആയിട്ട് നിൽക്കാം, പുഷായിട്ട് ഇരിക്കും. എനിക്ക് ഒരു കുട്ടിക്ക് ഒരു ചെറിയ പരിപാടിയുണ്ട്. ജോർജ് ചേട്ടോ ഇപ്പോഴാണ് ശ്രീകണ്ഠൻ നായരുടെ നമ്മുടെ വേണ്ട എടുത്തു പോകും. താങ്ക് യു.